ഹലോ. ഓക്കെ. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ മോംഗോഡിബിയെ കുറിച്ച് പഠിച്ചു. മോംഗോഡിബി സെർവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ മോംഗോ ഷെൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എന്തൊക്കെയാണ് മോംഗോ ഷെല്ലിൻ്റെ കമാൻഡ്, ചെറിയ ബേസിക് കമാൻഡുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് മോംഗോഡിബി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് മോംഗോഡിബി നമുക്ക് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ അതായത് എങ്ങനെയാണ് എൻവയോൺമെൻറ്റൽ വേരിയബിളിൽ നമ്മളുടെ മോംഗോഡിബി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോംഗോ ഡി ബി കോമ്പസ് ആണ്. അതായത് മോംഗോ ഷെൽ എന്ന് പറയുമ്പോൾ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. മോംഗോ കോമ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളതും ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആകുമ്പോൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കമാൻഡ് ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനും അത് ഓർത്തെടുക്കാനും മെമ്മറൈസ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് മോംഗോ ഡി ബി മോംഗോ കോമ്പസ് എന്ന് പറയുന്ന ഒരു ടൂള് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിളിൽ മോംഗോ ഷെൽ എന്ന് തന്നെ സെർച്ച് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് വരുന്ന ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. മോംഗോ ഷെൽ അല്ലെങ്കിൽ കോമ്പസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താലും നമുക്ക് റിസൾട്ട് വരും. സോ ഞാനിവിടെ മോംഗോ ഷെൽ എന്ന് പറഞ്ഞ് ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മോംഗോ ഡി ബി ഷെൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. സോ ഇത് ഇപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ മോംഗോ ഷെൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൗൺലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ആ സെയിം വെബ് പേജിലോട്ട് തന്നെയാണ് നമ്മൾ റീഡയറക്റ്റ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ ഡീഫാൾട്ടായിട്ട് വരുന്നത് മോംഗോ ഷെൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ നമുക്കിതല്ല വേണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വേണ്ടത് മോംഗോ ഡി ബി കോമ്പസ് GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, എഡിഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ വേർഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. സോ വിൻഡോസ് 64 ബിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും വിൻഡോസ് 64 ബിറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ലേറ്റസ്റ്റ് വേർഷൻ. സോ ഞാനിത് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു. സോ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് ഏകദേശം 131 MB വരുന്നുണ്ട്. സോ ഇത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആകും. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിൻഡോ പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. ഓക്കെ, അത് ഓപ്പൺ ആയി വരുന്നുണ്ട്. മോംഗോ കോമ്പസ് ഈസ് ബീൻ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ വളരെ ഈസി ആയിട്ട് മോംഗോ ഡി ബി മോംഗോ ഷെൽ മോംഗോ കോമ്പസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് ഡിഫാൾട്ട് URL ഓൾറെഡി നമ്മൾ മോംഗോ ഷെൽ മോംഗോ ഡി ബി സെർവർ നമ്മൾ കമ്മ്യൂണിറ്റി എഡിഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്കിവിടെ മോംഗോ ലോക്കൽ IP കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്റ്റ് എന്ന് എൻ്റർ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ ലോക്കൽ സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റാബേസ് ഇവിടെ കാണാൻ സാധിക്കും. അഡ്മിൻ, അതുപോലെ തന്നെ കോൺഫിഗ്, അതുപോലെ തന്നെ ലോക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റാബേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നും മൈ കൊറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ പെർഫോമൻസ്, അതായത് ഈ ഒരു DBയുടെ പെർഫോമൻസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും, ഇവിടെ നിന്നും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള ഡാറ്റാബേസ്, അത് എത്ര സ്റ്റോറേജ് എടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സൈസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര കളക്ഷൻസാണ് അതിനകത്തുള്ളത്, അതായത് എത്ര ഡാറ്റാബേസാണ് അതിനകത്തുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള നിരവധി ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. സോ ഇവിടെ നിന്നും ക്രിയേറ്റ് എ കളക്ഷൻ അല്ലെങ്കിൽ ഈ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് എ ഡാറ്റാബേസ് എന്ന് നമ്മൾ അതായത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മോഡൽ പോപ്പപ്പ് വരും. സോ ഇവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നമുക്ക് ഡാറ്റാബേസ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ മോംഗോ ഷെൽ പഠിച്ചപ്പോൾ അതിൽ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ യൂസ് DB എന്ന് പറയുന്ന കമാൻഡായിരുന്നു യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ ക്രിയേറ്റ് ചെയ്യാനും എല്ലാത്തിനും നമ്മൾ കമാൻഡ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മോംഗോ DB
കോമ്പസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടതില്ല. സോ ഇവിടെ നിന്നും നമുക്ക് ആവശ്യമായ ഡാറ്റാബേസിൻ്റെ പേര് നമുക്ക് ഇവിടുന്ന് എൻ്റർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു DBയുടെ പേര് കൊടുത്തു. കളക്ഷൻ നെയിം ഞാൻ ജസ്റ്റ് യൂസർ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ എന്തായി, ആ DBക്കകത്ത് ഇപ്പോൾ ഇവിടെ ആ DBക്കകത്ത് യൂസർ എന്ന് പറയുന്ന ഒരു കളക്ഷൻ ക്രിയേറ്റ് ആയി. സോ അതിന് ശേഷം ഇവിടെ നിന്നും ആഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും JSON ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അത് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇൻസേർട്ട് ഡോക്യുമെൻറ്റ്, അതായത് ഡോക്യുമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ID ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് ട്രൈ ചെയ്യാം. ഇവിടെ ഞാൻ നെയിം അതുപോലെ തന്നെ ടെസ്റ്റ് എന്ന് കൊടുത്തു. ഞാനിത് ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് ഒരു നെയിമിനകത്ത്, അതായത് നെയിമായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാം, അതുപോലെ തന്നെ ക്യാൻസൽ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലോൺ ഡോക്യുമെൻ്റ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ അപ്ഡേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഈ അപ്ഡേറ്റ് ഓപ്ഷനിൽ നിന്നും നമുക്ക് ഡാറ്റാസ് ഇതിലോട്ട് ആഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ഈസിയായി സാധിക്കുന്നത്. സോ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് സെർവർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് Node.js എക്സ്പ്രസ് വെച്ചിട്ട് നമ്മൾ ഒരു API ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ API ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ മോഡൽസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് തന്നെ അതിനുള്ളിൽ എങ്ങനെയാണ് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് വെറിയിടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു API റണ്ണ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു കണക്ഷനകത്ത്, അതായത് നമ്മൾ ലോക്കൽ DB സെർവറാണോ ഉപയോഗിക്കുന്നത്, അതായത് നമ്മുടെ APIക്കകത്ത് ഈ ഒരു കണക്ഷനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഒരു കണക്ഷൻ ക്വറി കൊടുത്തിട്ടാണ്, ഈ ഒരു ക്വറി URL കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് എൻ്റർ ആയത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു API ആക്സസ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോക്കൽ ഡാറ്റാബേസിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കളക്ഷൻ APIയിലുള്ള ഡാറ്റാബേസ് നെയിം, അതുപോലെ തന്നെ മോഡൽ, കളക്ഷൻസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ആഡ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ API ക്ലാസ്സിൽ നമ്മൾ ഉടനീളം കണക്ട് ചെയ്തിട്ടുള്ളത് അറ്റ്ലസ് എന്ന് പറയുന്ന DBയാണ്. അറ്റ്ലസ് MongoDB ആണ്. അതും നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. അറ്റ്ലസിലുള്ള ഡാറ്റാബേസ് നമ്മളുടെ ലോക്കൽ സെർവറുമായി നമുക്ക് സിങ്ക് ചെയ്ത് കോൺഫിഗർ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് അറ്റ്ലസിലുള്ള URL, ഇതുപോലുള്ള ഒരു URL നമുക്ക് ലഭിക്കും. ആ URL ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലസിൻ്റെ ആ URLും ആ അറ്റ്ലസിലുള്ള ഡാറ്റാബേസിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് MongoDB കോമ്പസുമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ, അതായത് എങ്ങനെയാണ് MongoDB സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് നോക്കിയിട്ട് ആദ്യം സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം. ആ സെർവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും MongoShell ഇൻസ്റ്റാൾ ചെയ്യണം. MongoShell ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ MongoDB കോമ്പസ് സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് MongoDBയെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്